കേരളത്തിലെ ക്രൈസ്തവ സമുദായം ശക്തിപ്പെട്ടെങ്കിൽ മാത്രമേ ഇന്ത്യ ഒട്ടാകെയുള്ള ക്രൈസ്തവ സമുദായം ശക്തിപ്പെടുകയുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. Yes. കേരളത്തിൽ ഇപ്പോൾ നമുക്ക് കാണുന്ന ഒരു പ്രതിഭാസം എന്താണ്? ജനസംഖ്യയിൽ ക്രൈസ്തവർ ക്രമാതീതമായിട്ട് താഴെ പോയിരിക്കുന്നു. ഏകദേശം 16% താഴ്ന്നിരിക്കുകയാണ്. അതിന് ആക്കം കൂട്ടുന്ന തരത്തിൽ വലിയൊരു അപകടകരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമുള്ളത് ക്രൈസ്തവ യുവത കേരളത്തിലെ എല്ലാ മതവിഭാഗങ്ങളിൽ നിന്നും യുവത പുറത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ മൈഗ്രേഷൻ സംഭവിക്കുന്നത് ക്രൈസ്തവ സമുദായത്തിൽ നിന്നാണ്. എന്തുകൊണ്ടാണ് ക്രൈസ്തവ സമുദായത്തിലെ യുവജനങ്ങൾ മൈഗ്രേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് ഇവിടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇവിടെ ജോലി സാധ്യതകളില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് ലഭിക്കേണ്ട ന്യായമായിട്ടുള്ള അവകാശങ്ങൾ ലഭിക്കാതെ പോകുന്നു. എന്തിനേറെ കാർഷിക മേഖല ക്രൈസ്തവരുടെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സാണ്. കാർഷിക മേഖല മുഴുവൻ തകർന്ന് തരിപ്പണമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. വന്യമൃഗങ്ങളുടെ ആക്രമണം, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ലാതാകുന്ന അവസ്ഥ, വിപണന മേഖലകളിൽ നേരിടുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ. പുതിയ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങണമെന്ന് ആഗ്രഹിച്ചാൽ അതിന് മുതിരുന്ന ക്രൈസ്തവ സമുദായത്തിലെ വ്യക്തികൾക്ക് ഗവൺമെന്റ് സംവിധാനത്തിൽ നിന്ന് വേണ്ടത്ര പിന്തുണ ലഭിക്കാതെ പോകുന്ന പ്രതിസന്ധികൾ. ഇങ്ങനെ ക്രൈസ്തവ സമുദായത്തിലെ യുവജനങ്ങളെ ഇവിടെ കേരളത്തിൽ നിലയുറപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ അവരെ ആശങ്കപ്പെടുത്തുകയും ആകുലപ്പെടുത്തുകയും ചെയ്യുന്ന ഒത്തിരി പ്രതിസന്ധികളിലൂടെയാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.